ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ റഷ്യയുടെ വജ്രായുധമായ S-400 മിസൈലുകൾ കൂടുതലായി തന്നെ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ വഷളായി എന്ന വാദം പൊളിച്ചെഴുതുന്നതാണ് ഈ വാർത്ത. അതായത് S-400ന്റെ ഈ ഒരു വരവ് സൂചിപ്പിക്കുന്നത് റഷ്യയിൽ നിന്നും 288 S-400 മിസൈലുകൾ ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുകയാണ്. ഇടപാടിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ തന്നെ അനുമതി നൽകുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഇതിൽ വാങ്ങുന്നതായിട്ടുള്ള കരാറുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 10,000 കോടി രൂപയുടെ ഇടപാടാണ് ഇവിടെ നടക്കാൻ ഒരുങ്ങുന്നത്. 10,000 കോടി രൂപയുടെ ഇടപാടിന് അനുമതി ലഭിക്കുകയും അത് റഷ്യൻ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായി തന്നെ ഇവിടെ കണക്കാക്കാൻ സാധിക്കുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നിർണായക പങ്ക് വഹിച്ചത് S-400 മിസൈലുകൾ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും വെടിവെച്ചിടാൻ S-400 സംവിധാനമാകട്ടെ വലിയ രീതിയിൽ, അതായത് പാകിസ്ഥാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഇവ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ഈ സംവിധാനം വ്യാപകമായി തന്നെ ഇന്ത്യക്ക് കൈമുതലാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തീർന്നുപോയ സ്റ്റോക്ക് നികത്താനാണ് ഈ ഒരു പുതിയ നീക്കം നടക്കുന്നത്. നിലവിൽ കരാർ ഒപ്പിട്ട 2 S-400 മിസൈലുകൾ കൂടി ഈ വർഷം ജൂണിലും നവംബറിലുമായി തന്നെ ഇന്ത്യക്ക് ലഭിക്കും. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാകട്ടെ അത് നിഷ്കർണമാണ് റഷ്യ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യൻ വിദേശകാര്യ മന്ത്രിയായ സെർജി ലവ്റോവ് ആകട്ടെ ഈ ഒരു വാദം തള്ളുകയാണ് ചെയ്തത്. ട്രംപ് അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മറ്റ് ഇന്ത്യൻ നേതാക്കളോ ഇത്തരം ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കരാറുകൾ അപകടത്തിലാണ് എന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇന്ത്യ ആകട്ടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപരോധങ്ങളും തീരുവ ഭീഷണികളും വഴി ആഗോള സാമ്പത്തിക ആധിപത്യം ഉറപ്പിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നും ഇവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഏകദേശം 3.60 ലക്ഷം കോടി രൂപയുടെ വിവിധ പ്രതിരോധ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ, മൾട്ടി റോൾ റൈഫിൾ എയർക്രാഫ്റ്റ്, ആന്റി ടാങ്ക് ടെർമിനലുകൾ, അതേപോലെ തന്നെ P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വാങ്ങുന്ന ഭൂരിഭാഗം യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ ഗെയിം ചേഞ്ചർ എന്നതാണ് S-400നെ ഇവിടെ വ്യോമസേന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതോടെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ അവിടെ സർക്കാർ തീരുമാനമെടുത്തതും. നിലവിൽ കരാർ ഒപ്പിട്ട 2 S-400 മിസൈലുകൾ കൂടി ഈ വർഷം ജൂണിലും നവംബറിലുമായി തന്നെ ഇന്ത്യക്ക് ലഭിക്കും. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാന്റെ ആ ഒരു രീതിയിലേക്ക് 300 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് S-400 സംവിധാനം വെടിവെച്ചിടുകയാണ് ചെയ്തത്. ഇന്ത്യ വാങ്ങിയ S-400 സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നതാണ് പേര് നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.